നമ്മുടെ ഹീറോയിനും ചേർന്നിട്ട് ഗോസ്റ്റ് വാക്കിംഗ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള പോലത്തെ സ്ഥലം സെലക്ട് ചെയ്തിട്ട് അവിടെ പ്രേതമുള്ള പോലെ സെറ്റ് ചെയ്തിട്ട് അത് ടൂറിസ്റ്റുകളെ പോലുള്ളവരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഈ പ്രേതം പോലത്തെ സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ പേടി തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഇവർ കിഷ്കിന്ദാപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പഴയ റേഡിയോ സ്റ്റേഷനിൽ ഒരു ലൊക്കേഷനായിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഓൾറെഡി ഒറിജിനലായിട്ട് പ്രേതം ഉണ്ടായിരുന്നു. അത് ഇവരെ ഉപദ്രവിക്കാനും തുടങ്ങുകയാണ്. അങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ ആ പ്രേതം കൊല്ലുകയാണ്. അങ്ങനെ ഈ റേഡിയോ സ്റ്റേഷനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ ഉള്ളത് ഒരു ആണിന്റെ ആത്മാവാണെന്നും ആ റേഡിയോ സ്റ്റേഷന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 3 പേരെ അവൻ കൊന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നത്. ഈ പ്രേതമായിട്ടുള്ളവൻ ചെറുപ്പത്തിൽ ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് കുറവോട് കൂടിയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനും ഇവൻ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അമ്മയായിരിക്കും ഇവനെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടാവുക. ആ നാട്ടിൽ അപ്പോഴായിരിക്കും അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. അങ്ങനെ ആ റേഡിയോ സ്റ്റേഷനിലൂടെ മകന്റെ വോയിസ് കേൾക്കണമെന്ന് അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമാണ്. അങ്ങനെ ഇവനും അവിടെ ജോലിക്ക് വേണ്ടി ചോദിച്ചതും ഇവന്റെ ശബ്ദവും ഒരുപാട് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവനെ സെലക്ടും ചെയ്യാണ്. പക്ഷേ അതിന്റെ അടുത്ത ദിവസം തന്നെ വേദവതി എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പെണ്ണിനെ RJ ആയിട്ട് അനൗൺസ് ചെയ്യാണ്. ഈ റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചിട്ടുള്ള 5 പേരിൽ ഒരാൾ ഈ വേദവതിയുടെ ഫിയാൻസിയാണ്. അതുകൊണ്ടായിരിക്കും അവൻ അവളെ RJ ആക്കിയിട്ടുണ്ടാവുക. അങ്ങനെ ഇവനും ന്യായം ചോദിച്ച ആ റേഡിയോ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി ഈ കഥ ബാക്കി അറിയുന്നത് വിശ്വ എന്ന് പറഞ്ഞിട്ടുള്ള അവന്റെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന് ശേഷമാണ് അവന് മനസ്സിലാവുന്നത് ആ പ്രൊഫസർ ഏതോ കാലം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ രൂപത്തിൽ അയാളുടെ ആത്മാവാണ് വന്ന് ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്. റേഡിയോ സ്റ്റേഷനിൽ ഒരുപാട് ഗ്യാസ് സിലിണ്ടർ പോലത്തെ സാധനങ്ങൾ നമ്മുടെ ഹീറോ കണ്ടിട്ടുണ്ടാവും. ഈ ഗ്യാസ് സിലിണ്ടർ റേഡിയോ സ്റ്റേഷനിൽ എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ സപ്ലൈ ചെയ്തിട്ടുള്ള സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള അവനെ കണ്ടുപിടിച്ച് അടിച്ചിട്ട് ആ വിശ്വനെ നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ പ്രൊഫസറുടെ രൂപത്തിൽ വന്നിട്ട് വേദം വന്നിട്ട് പറഞ്ഞിരിക്കുന്ന കഥയൊക്കെ കള്ളമാണ്. കാരണം അവർ ഓൾറെഡി തന്നെ ആ 5 പേരും ആ വേദവതിയുടെ ശബ്ദം തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവനെ റിജക്ട് ചെയ്തിട്ടുണ്ടാവും ആദ്യം തന്നെ. അങ്ങനെ അമ്മയുടെ ആഗ്രഹം നടക്കില്ലെന്ന് മനസ്സിലാക്കിയത് ദേഷ്യത്തിൽ ഇവൻ ആ റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് ആ വേദവതിയുടെ ഡ്രസ്സ് ഊരിയിട്ട് അവളെ അപമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള അവളുടെ ഫിയാൻസിയും ആ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ള 5 പേരും ചേർന്നിട്ട് ഗ്യാസ് തുറന്നിട്ടിട്ട് ഇവനെ കൊന്നിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവൻ ആത്മാവായിട്ട് വന്നിട്ട് ആ 5 പേരും കൊല്ലുന്നത്. പക്ഷെ അപ്പോഴാണ് വേറൊരു കാര്യം കൂടി മനസ്സിലാവുന്നത്. ഏത് അമ്മയുടെ ആഗ്രഹം നടന്നില്ലെന്ന് വിചാരിച്ചിട്ടാണോ അവൻ ആ കൊലപാതകം ചെയ്തത്, ആ അമ്മ ഇവൻ ജനിച്ചപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഈ പ്രേതത്തിന് എങ്ങനെ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാമ്യാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോഴാണ് പുള്ളി വേറൊരു കഥ പറയുന്നത്. ചെറുപ്പം മുതൽ തന്നെ അമ്മ ഇല്ലാതെ ജീവിച്ച വിശ്വയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ അവൻ്റെ അമ്മ ഉള്ളതുപോലെ തോന്നുകയാണ്. അങ്ങനെ ആ ഒരു ഇലീഷനിൽ തന്നെ അവൻ ജീവിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അവൻ്റെ അച്ഛൻ അവനെ ഒരുപാട് തല്ലി ചീത്ത പറഞ്ഞതും അവൻ അച്ഛനെ തന്നെ കൊല്ലുകയാണ്. ശേഷമായിരിക്കും ആത്മാവായിട്ട് 5 പേര് കൊന്നതിന് ശേഷവും നാട്ടിലെ സാമ്യകളൊക്കെ ചേർന്നിട്ട് ആ റേഡിയോ സ്റ്റേഷൻ തന്നെ മന്ത്രിച്ച് അവനെ അതിനുള്ളിലിട്ട് പൂട്ടിയത്. പക്ഷെ നമ്മുടെ ഹീറോ അതിനുള്ളിൽ തുറന്ന് കയറി ആ ഗസ്റ്റുകളെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ ആ പ്രേതവും പുറത്തു വരികയാണ്. അങ്ങനെ ആ വിശ്വയുടെ അമ്മയെ കണ്ടുകൊണ്ടിരുന്ന ആ കണ്ണാടി ഇവർ നശിപ്പിച്ചുകൊണ്ട് തന്നെ ആ അമ്മയെ കൊന്നെന്ന് വിചാരിച്ചിട്ട് ആ പ്രേതം ഇപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ പ്രേതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ സാമ്യാരും ഇതിന് ഇഷ്ടപ്പെട്ടുള്ള അതിന്റെ ആഗ്രഹം, ശക്തി, ബുദ്ധി ഇതിനെ 3 സമ്പത്തിൽപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കണം എന്ന് പറയാണ്. ടൈമിലേക്ക് ഹീറോയിന്റെ മുഖത്ത് ആ പ്രേതം കയറിയിട്ടുണ്ടാവുക. അവൻ ഏറ്റവും ആഗ്രഹിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്ന ആ റേഡിയോ, അവൻ്റെ അമ്മ കെട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്ന ഒരു താഴത്ത്, അവൻ ആഗ്രഹിച്ച് കളിച്ചുകൊണ്ടിരുന്ന ചെസ്സൊക്കെ നമ്മുടെ ഹീറോ എടുത്തുകൊണ്ടുവരികയാണ്. ടൈമിൽ ആ പ്രേതം നമ്മുടെ ഹീറോനെ കൺട്രോൾ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ പ്രേതത്തെ ഇല്ലാതാക്കാണ്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡൗട്ട്, ആർക്കും കാണാൻ പറ്റാത്ത ഹീറോയുടെ അമ്മേനെ ആ കണ്ണാടി വഴി ഹീറോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് ശരിക്കും ഹീറോ ആണോ അവൻ്റെ അമ്മയുടെ പ്രേതമാണോ എന്ന് ആലോചിക്കുകയാണ്. കാരണം മനസ്സിലാവുന്നത് ആ കണ്ണാടി കൂടെ ആ വിശ്വ അവൻ അമ്മയെ കാണുമ്പോൾ തന്നെ അവൻ്റെ ബാക്കിൽ ആ അമ്മയുടെ പ്രേതം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ട്വിസ്റ്റോടെ ഈ പടവും തീരുകയാണ്. ഈ പടത്തിന്റെ പേരാണ് കിഷ്കിന്ദാപുരി.